തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മോഷ്ടാക്കൾ തട്ടിപ്പറിച്ചുകൊണ്ടുപോയ വീട്ടമ്മ ലിജിയുടെ മാലയ്ക്ക് പകരം ബോബി ചെമ്മണ്ണൂർ വക സ്വർണ്ണമാല. മാല വാങ്ങിയ കഷ്ടപ്പാടും മോഷ്ടാക്കളിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള പ്രയത്നവും റിപ്പോർട്ടറിലൂടെ വിവരിച്ച് ലിജിയുടെ സങ്കടം കണ്ടതോടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ സഹായം. റിപ്പോർട്ടർ ഇംപാക്ട്. പെട്ടെന്ന് വണ്ടി എൻ്റെ കൈത്തിൽ പിടിച്ച് ഞാൻ ഉടനെ കൈ എന്തോ അയാളുടെ മാറ്റിയിട്ടത്തേക്ക് ഞാൻ എൻ്റെ ഈ കൈ മാറ്റിയപ്പോൾ എൻ്റെ വണ്ടി കയ്യിൽ നിന്ന് ബാലൻസ് വീണ് വണ്ടി വീണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെയാണ് ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നെ ഉന്തി കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തത്. അപ്പോഴത്തേക്ക് ഞാൻ അയാളെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഏതെങ്കിലും ഒരാൾ അതുവഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. ഏറ്റവും ആവശ്യമല്ല കിട്ടണമെന്നുള്ളത്. ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ സ്വരുക്കൂട്ടി വെച്ച് വാങ്ങിയ മാല പോയതിന്റെ വിഷമം ലിജി കരഞ്ഞു പറഞ്ഞത് റിപ്പോർട്ടറിലൂടെ. പണയത്തിൽ നിന്ന് മാല എടുത്ത് ഒന്നിട്ട് നടന്ന് ആശ തീരും മുന്നേ ബൈക്കിലെത്തിയ സംഘം മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നിന്ന കുടുംബം അപ്പോഴും പറഞ്ഞത് പ്രതിക്കെതിരെ കേസെടുത്തില്ലെങ്കിലും മാല കിട്ടിയാൽ മതിയെന്നാണ്. റിപ്പോർട്ടറിലൂടെ ഈ വാർത്ത കണ്ട് ലിജിക്ക് സഹായവുമായി ബോബി ചെമ്മണ്ണൂരെത്തി. നഷ്ടപ്പെട്ട മാലയ്ക്ക് പകരം മറ്റൊരു മാല സമ്മാനമായി നൽകി. സന്തോഷമായെന്ന് കുടുംബത്തിന്റെ പ്രതികരണം. കഴിഞ്ഞയാഴ്ചയായിരുന്നു സ്കൂട്ടറിൽ പോവുകയായിരുന്ന ലിജിയുടെ പിന്നാലെ ബൈക്കിലെത്തിയ സംഘം മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞത്. ഇതിനിടെയുണ്ടായ മൽപ്പിടുത്തത്തിൽ നിലത്തുവീണ ലിജിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രതികൾക്കായി പൊഴിയൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.